ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഗാഡ്ജറ്റ് ടൈമിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗാഡ്ജറ്റ് ടൈമിൽ പരിചയപ്പെടുന്നത് ഒരു മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നതും നല്ല പെർഫോമൻസ് ഉള്ളതുമായ ഒരു മൊബൈൽ ഫോണാണ് നമ്മളിന്ന് ഗാഡ്ജറ്റ് ടൈമിൽ പരിചയപ്പെടുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ക്രിക്കറ്റർ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ ഒരു പങ്കാളി കൂടിയായ സ്മാർട്ട് ഫോൺ എന്ന കമ്പനി അദ്ദേഹത്തിൻ്റെ പേരിൽ SRT ഫോൺ എന്ന ഒരു മൊബൈൽ പുറത്തിറക്കിയിരുന്നു. നമ്മളിന്ന് ഗാഡ്ജറ്റ് ടൈമിൽ അത് പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് അവരുടെ കമ്പനി തന്നെ മറ്റൊരു മൊബൈൽ പുറത്തിറക്കിയിരിക്കുകയാണ്. 8000 രൂപ വില വരുന്ന T ഫോൺ P എന്ന മോഡൽ ഒരു മൊബൈൽ ഫോണാണിത്. നമുക്കിന്ന് ഗാഡ്ജറ്റ് ടൈമിലൂടെ ഇതിനെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയുണ്ട് ഈ ഫോൺ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് വിവരങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ മൊബൈലിൽ അപ്പോൾ ലഭിക്കാൻ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ലെറ്ററിൽ അമർത്തിയ ശേഷം ബെല്ലൈക്കണിലും അമർത്തുക. സ്മാർട്ട് ഫോണിന്റെ T ഫോൺ P എന്ന ഈ ബജറ്റ് മൊബൈൽ ഫോൺ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് മുഖേനയാണ് ലഭിക്കുന്നത്. 7999 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ഇതിന്റെ വില. വളരെ മനോഹരമായ കയ്യിലൊതുങ്ങുന്ന ഒരു ഡിസൈനാണ് ഇതിനുള്ളത്. മെറ്റൽ ബോഡിയുമാണ് T ഫോൺ Pയുടേത്. 160 ഗ്രാം ഭാരമുണ്ട്. 72.2 മില്ലിമീറ്റർ വീതിയും 148.3 മില്ലിമീറ്റർ നീളവും 8.9 മില്ലിമീറ്റർ കനവുമുണ്ട് T ഫോൺ Pക്ക്. പാക്കേജിൽ സാധാരണ മൊബൈലുകൾക്കൊപ്പം ലഭിക്കുന്ന പോലെ തന്നെ USB കേബിളും ചാർജറും സിം ഇജക്ടറും കാണാം. പക്ഷേ ഇയർഫോൺ ഇല്ല. .2 HD IPS ഡിസ്പ്ലേ ആണ് T ഫോൺ Pക്കുള്ളത്. 1280x720 പിക്സൽ ആണ് റെസല്യൂഷൻ. ആൻഡ്രോയിഡ് നുഗറ്റ് 7.1 പ്രവർത്തിക്കുന്ന T ഫോൺ P 1.4 GHz കോൾകോം സ്നാപ്ഡ്രാഗൺ 435 ഒക്ടാ കോർ പ്രോസസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4G VoLTE സപ്പോർട്ടുള്ള ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിൻ്റെത്. എടുത്തു പറയേണ്ട പ്രത്യേകത ഇതിന്റെ ബാറ്ററി കപ്പാസിറ്റിയാണ്. 5000 mAh നോൺ റിമൂവബിൾ ആയിട്ടുള്ള ലിഥിയം അയൺ പോളിമർ ബാറ്ററിയാണ് ഇതിലുള്ളത്. 350 മണിക്കൂർ സ്റ്റാൻഡ് ബൈ ടൈമും 40 മണിക്കൂർ ടോക്ക് ടൈമും 36 മണിക്കൂർ തുടർച്ചയായി മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ടൈമും സാധ്യമാകുന്ന ബാറ്ററിയാണിതെന്ന് കമ്പനി പറയുന്നു. ഒപ്പം റിവേഴ്സ് ചാർജ് OTG സാധ്യമാകുന്ന ഫോണുമാണ്. അതായത് T ഫോൺ P ഉപയോഗിച്ച് നമുക്ക് മറ്റു ഫോണുകൾ ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നർത്ഥം. 3GB റാമിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന T ഫോൺ Pയിൽ 32GB സംഭരണ ശേഷിയുമുണ്ട്. 128GB വരെയായി അത് നമുക്ക് ഉയർത്താനും സാധിക്കും. വളരെ സ്പീഡുള്ള ഫിംഗർ പ്രിന്റ് സെൻസർ T ഫോൺ Pയിൽ സുരക്ഷയ്ക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഫിംഗർ പ്രിന്റ് സെൻസർ, ആക്സിലറോമീറ്റർ, ഗൈറോസ്കോപ്പ്, പ്രോക്സിമിറ്റി സെൻസർ, ആംബിയന്റ് ലൈറ്റ് സെൻസർ എന്നീ സെൻസറുകളുള്ള ഈ ബജറ്റ് ഫോണിൽ NFC സൗകര്യമില്ല. വൈഫൈ ഡയറക്റ്റ്, OTG എന്നിവയുടെ പിന്തുണയും T ഫോൺ Pക്കുണ്ട്. .13 MP റിയർ ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയും താരതമ്യേന തരക്കേടില്ലാത്ത ചിത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. ചില സാമ്പിൾ ഇമേജുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഫോണിന്റെ റിയർ ക്യാമറ വിലക്കനുസരിച്ചുള്ള ശരാശരി നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും ഫ്രണ്ട് ക്യാമറ സ്വല്പം കൂടി മെച്ചപ്പെടുത്തിയാൽ നന്നായിരുന്നു. കാരണം എല്ലാവരും ഇന്ന് സെൽഫി പ്രിയരാണല്ലോ. ഫുൾ HD റെസല്യൂഷനിലുള്ള വീഡിയോകൾ നമുക്കിതിലൂടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ബിൽഡ് ക്വാളിറ്റി വളരെ മികച്ചതായതുകൊണ്ടും
ക്രാപ്പ് വെയർ ആപ്പുകൾ ഒന്നും തന്നെ കുത്തിനിറക്കാത്ത ഒരു ഫോൺ ആയതുകൊണ്ടും നല്ല സ്മൂത്തായി തന്നെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്. യൂസർ റിവ്യൂകളും അത് ശരിവയ്ക്കുന്നു. ഇന്ന് ഗാഡ്ജറ്റ് ടൈമിൽ നമ്മൾ പരിചയപ്പെട്ടത് സച്ചിൻ ഓണറായിട്ടുള്ള സ്മാർട്ട്ഫോൺ എന്ന കമ്പനിയുടെ ടി-ഫോൺ പി എന്ന മോഡൽ ബജറ്റ് മൊബൈലാണ്. മറ്റൊരു ഗാഡ്ജറ്റുമായി നമുക്ക് ഗാഡ്ജറ്റ് ടൈമിൽ വീണ്ടും കണ്ടുമുട്ടാം. സ്നേഹപൂർവ്വം ഞാൻ രതീഷ് ആർ. മൊബൈൽ ആപ്പുകൾ, കമ്പ്യൂട്ടർ അറിവുകൾ, ഗാഡ്ജറ്റുകൾ എന്നിവയെക്കുറിച്ച് ഇത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന് സെർച്ച് ചെയ്ത് നീല ഐക്കണുള്ള വെരിഫൈഡ് പേജ് സെലക്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അതിനുശേഷം ഫോളോയിങ് എന്നതമർത്തി സി ഫസ്റ്റ് എന്നാക്കുകയും എഡിറ്റ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ഓൾ ലൈവ് പോസ്റ്റ് എന്നത് സെലക്ട് ചെയ്യാനും മറക്കരുത്.